അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ സമുദായത്തെ എല്ലാ പ്രതിസന്ധിയിൽ നിന്നും എല്ലാ പ്രയാസങ്ങളിൽ നിന്നും രക്ഷപ്പെടുത്തുമാറാകട്ടെ. സഹോദരങ്ങളെ, ഒരുപാട് പ്രസംഗങ്ങളും ഒരുപാട് വേളകളും നസീഹത്തുകളും നാം കേൾക്കാറുണ്ട്. പക്ഷേ നമ്മുടെ സാഹചര്യം, നമ്മുടെ നിലനിൽപ്പ്, ഇതിനെക്കുറിച്ചുള്ള ചിന്തകൾ നമ്മളിൽ എന്തുകൊണ്ട് ഉണ്ടാകുന്നില്ല? മുസ്ലിം സമുദായത്തെക്കുറിച്ച് ചിന്തിക്കാനുള്ള മനസ്സ് എന്തുകൊണ്ട് ഒരു സമൂഹമായി ഇരുന്ന്, ഒരു മഹല്ലിലെ ആളുകൾ ഇരുന്ന് അങ്ങനെ സംസാരിക്കാനും ചർച്ച ചെയ്യാനും എന്തുകൊണ്ട് സാധിക്കുന്നില്ല എന്നുള്ളതൊരു ചോദ്യമാണ്. ചിലർ വിചാരിക്കുന്നു മുസ്ലിമീങ്ങൾക്ക് നേതാക്കളില്ല, നായകന്മാരില്ല എന്ന്. എന്നാൽ ഒരു സമ്മേളനം നടത്തുകയാണെങ്കിൽ ആ പരിപാടിയുടെ നോട്ടീസിൽ 100-ലേറെ ലീഡർമാർ, പ്രമുഖന്മാർ, മേധാവികൾ, മഹത്തുക്കൾ, അതിഥികൾ എല്ലാം വേറെ വേറെ പേരുകൊണ്ട് നോട്ടീസിൽ അവരുടെ നീളമേറിയ പേരുകളിടും. ഓരോ ദറജകളും ഓരോ സ്ഥാനമാനങ്ങളും, ഇന്നതിന്റെ പ്രസിഡന്റ്, ഇന്നതിന്റെ സെക്രട്ടറി, ഇന്നതിന്റെ നേതാവ്, സ്ഥാപകൻ, ഇതെല്ലാമാണ്. പക്ഷേ ഇതെല്ലാം ഒരു സമ്മേളനങ്ങളിൽ മാത്രം ഒതുങ്ങുകയാണ് എന്നുള്ളതാണ് ഏറ്റവും വലിയ നമ്മുടെ പരാജയം. മഹല്ലടിസ്ഥാനമായിക്കൊണ്ട് മുസ്ലിം സമുദായത്തിന്റെ ശക്തിയെ കേന്ദ്രീകരിക്കേണ്ട ഒരു സാഹചര്യം നമുക്ക് വന്നിരിക്കുകയാണ്. ഇരുന്ന് ചിന്തിക്കാൻ അല്ലാഹു അവന്റെ വിശുദ്ധമായ ഖുർആനിൽ വിളംബരം ചെയ്യുകയാണ്. വശാവിറുഹും ഫിൽ അംർ, കാര്യങ്ങളിലെ കൂടിയാലോചനകൾ നടത്തുക, ഇരുന്ന് ചർച്ച ചെയ്യുക. അല്ലാഹു അവന്റെ വിശുദ്ധമായ ഖുർആനിൽ ഓർമ്മപ്പെടുത്തിയതാണ്. എന്നിട്ട് ഏതൊരു കാര്യത്തിലാണ് മുസ്ലിം ഉമ്മത്ത് കൂടിയാലോചന നടത്തുന്നത്? എന്ത് വിഷയത്തിലാണ്? ഏതെങ്കിലും ഒരു വിഷയത്തിലുണ്ടോ? മിനിഞ്ഞാന്ന് രാജസ്ഥാനിലെ ആൽവാരയിൽ ഒരു കാർഷികൻ, ഒരു കൃഷിക്കാരൻ, അയാൾ നല്ല പൈസ കൊടുത്ത് അയാൾ ഒരു പശുവിനെ കൊണ്ടുവരുന്നു വണ്ടിയിൽ. ആൾക്കാർ അയാളെ വലിച്ച് താഴെയിട്ട് ക്രൂരമായി മർദ്ദിച്ച് കൊലപ്പെടുത്തുകയാണ് ചെയ്തത്. എന്താണ് ഇവിടെ സംഭവിക്കുന്നത്? നമ്മുടെ നാടുകളിൽ പശുവിനെ ചൊല്ലി മനുഷ്യനെ കൊല്ലുകയാണ്, കബീർമാരെ കൊല്ലുകയാണ് ഒരു വിഭാഗം ആളുകൾ. അതേ ആളുകൾ ഗൾഫ് നാടിൽ അൽ കബീർ എന്നുള്ള പേരും വെച്ച് ഇവിടുന്ന് കൊടുത്തയച്ച മാംസത്തിന്റെ പാക്കറ്റുകൾ എക്സ്പോർട്ട് ചെയ്ത് വിൽപ്പന നടത്തുകയാണ്. അത്ഭുതം. ചിന്തിക്കാനുള്ള ഒരുപാട് കാര്യങ്ങൾ. നാം എന്തുകൊണ്ട് ഇത് ചിന്തിക്കുന്നില്ല എന്ന് വെച്ചാൽ, നാം മരണം നടന്നവിടെ ഒരു മരണം നടക്കുന്നു എന്നാ നാട്ടിലെ എല്ലാ ആൾക്കാരും, ആണും പെണ്ണും എല്ലാവരും ഒരുമിച്ച് കൂടി മയ്യത്തിനെ കാണാൻ ഒരുമിച്ച് കൂടുന്നു. പക്ഷേ നമ്മുടെ പരാജയം എവിടെ? ഒരു മയ്യത്തായാൽ മയ്യത്തിനെ കാണണമെന്നുള്ളൊരു കാര്യമുണ്ടോ? എങ്കിലും നാം പരാജയപ്പെടുന്നത് മുസ്ലിമിന് മുസ്ലിമായി ജീവിക്കാൻ കഴിയുന്നില്ല. അതിനെക്കുറിച്ച് ഒന്നിച്ചു നിന്ന് ചർച്ച ചെയ്യേണ്ട സാഹചര്യമാണ് വന്നിട്ടുള്ളത്. ഫലസ്തീന്റെ കഥകൾ ഒരു ഭാഗത്ത്, സിറിയയുടെ കഥ മറ്റൊരു ഭാഗത്ത്. 2.5 ലക്ഷത്തിലേറെ മുസ്ലിമീങ്ങളെ കൊന്നൊടുക്കിയ ഭരണകൂടം ബഷർ അൽ അസദ് കെമിക്കൽ ബോംബ് വർഷിക്കുകയാണ്. എന്നിട്ട് മുസ്ലിമീങ്ങളെ കൊലപ്പെടുത്തുകയാണ്. റോഹിംഗ്യ അഭയാർത്ഥികൾക്ക് കടലിലെ ഷാർക്ക് മീനുകൾ മാത്രമാണ് അഭയം. ഷാർക്ക് മത്സ്യത്തിന്റെ ആഹാരമായി മാറുകയാണ് റോഹിംഗ്യ മുസൽമാൻ. ബർമയിലെയും അതുപോലെ ലോകത്തെവിടെയുള്ള മുസ്ലിമീങ്ങൾ അനുഭവിക്കുന്ന അനുഭവങ്ങൾ, യാതനകൾ, കഷ്ടപ്പാടുകൾ, ഇതെല്ലാം മറ്റു രാജ്യങ്ങളിലാണ് എന്ന് പറഞ്ഞ് നമുക്ക് സമാധാനിക്കാമോ? എങ്കിലെന്തുകൊണ്ട് നമ്മുടെ നാടുകളിൽ ജയിൽ കൊള്ളികൾ? എന്താണ് അത്ഭുതം? ജയിലിലെ ആളുകൾ ചാടുന്നു എന്നുള്ള വാർത്ത, അതിന്റെ പിന്നിൽ
എൻകൗണ്ടറിലൂടെ കൊലപ്പെടുത്തി എന്നുള്ളത് മറ്റൊരു വാർത്ത. ഒരു നാട്ടിലെ വാർത്തകൾ ഇങ്ങനെയാണ് കേൾക്കുന്നതെങ്കിൽ നമ്മുടെ ദാദ്രിയുടെ കഥയും നമുക്ക് മനസ്സിലാക്കാനുണ്ട്. ഒരു നാട്ടിന് വേണ്ടി ഇന്ത്യൻ ആർമിക്ക് വേണ്ടി ഒരു മകനെ പോലും കൊടുത്ത ബാപ്പാക്ക് കിട്ടിയ ലാഭമെന്താ? ക്രൂരമായി കൊലപ്പെടുത്തുകയാണ് അവിടുത്തെ ആളുകൾ ചെയ്തത്. 1 കിലോ മാംസത്തിന്റെ പേരിൽ. വ്യത്യാസം എന്നത് വെച്ചാൽ നേരായ സ്ഫോടന കേസിൽ അകപ്പെട്ട ആളുകൾ കുറ്റമുക്തരായിക്കൊണ്ട് പുറത്തു വരുന്നു. പക്ഷേ മുസ്ലിമീങ്ങൾ നിരപരാധികൾ ജയിലിലേക്ക് അകപ്പെടുന്നു, കേസ് ഫിക്സ് ചെയ്തുകൊണ്ട് ജയിലിൽ അകപ്പെടുന്നു. ഈ യാഥാർത്ഥ്യമാണ് നമുക്കുള്ളത്. പക്ഷേ ഇങ്ങനെയുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകുമ്പോൾ നാം എന്ത് ചെയ്യാൻ കഴിയും? ഇരുന്ന് ആലോചിച്ച് മഹല്ലടിസ്ഥാനമായി ഇന്ത്യ രാജ്യത്തിന്റെ ഭരണഘടന അനുസരിച്ച്, ഇന്ത്യ രാജ്യത്തിന്റെ നിയമമനുസരിച്ച് പ്രതിഷേധ പ്രകടനങ്ങൾ നടത്താൻ നമുക്ക് കഴിയണം. ഒരു കുഴപ്പം മറ്റൊരു കുഴപ്പത്തെ ഉണ്ടാക്കരുത്. ഒരു പ്രകടനങ്ങള് മുസ്ലിമീങ്ങളിൽ ജയിലിൽ നടക്കുന്ന ഒരു പ്രക്രിയമാകരുത്, ജയിൽ ബരോ കാര്യക്രമമാകരുത്. ഇന്ന് പലതും ഒരു പ്രതിഷേധം, ഒരു പ്രതിഭടനം നടത്തിയാൽ കുറെ മുസ്ലിമീങ്ങൾ ജയിലിലകപ്പെടുന്നു, കേസിലകപ്പെടുന്നു, സാമ്പത്തികമായി തകരുന്നു, നമ്മുടെ ബാല്യക്കാരും ഒരുപാട് ബുദ്ധിമുട്ടുന്നു. അതല്ല, വാസ്തവത്തിൽ നാം അറിയണം ഇവിടെ കുഴപ്പങ്ങൾ ഉണ്ടാക്കുന്നത് എന്തുകൊണ്ടാണ്, എന്തിനു വേണ്ടിയാണ്. ഒരു വിഭാഗം ആളുകൾ കുഴപ്പമുണ്ടാക്കാനേ ആളുകളുണ്ട്. മുസ്ലിമീങ്ങളെ വികാരഭരിതരാക്കിക്കൊണ്ട്, ക്ഷുഭിതരാക്കിക്കൊണ്ട് മുസ്ലിമീങ്ങൾ കുഴപ്പത്തിലകപ്പെട്ടാൽ അവരെ തകർക്കാൻ കഴിയുമെന്നുള്ള ചിന്തയുണ്ട്. അതുകൊണ്ട് എല്ലാ സമയത്തും മുസ്ലിമീങ്ങൾ ചിന്തിക്കേണ്ടത് കുഴപ്പത്തിൽ നിന്ന് രക്ഷപ്പെടാനും അതുപോലെ സുരക്ഷിതമായ മാർഗമാണ്. അതിന്റെ മാർഗം ഏതാണ്? ഉദാഹരണമായി നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞെങ്കിൽ ബാബരി ഇഷ്യൂ എന്നുള്ളത് ബ്രിട്ടീഷുകാരുണ്ടാക്കിയതാ. പക്ഷേ ബാബരി എന്നുള്ള ഒരു പ്രശ്നം മുമ്പിൽ വെച്ച് മുസ്ലിമീങ്ങളെ തകർക്കാനാണ് മറ്റുള്ളവർക്ക് സാധിച്ചത്. മുസ്ലിമീങ്ങളെ അധികാരത്തിൽ നിന്ന് പുറത്തുവെക്കാനാണ് സാധിച്ചത്. നാം ചെയ്തതെന്തോ? യുപിയില് 100-ലേറെ നിയമസഭാ മണ്ഡലങ്ങൾ ഉണ്ടായിട്ടും അവിടെ നമുക്ക് എന്ത് ചെയ്യാൻ കഴിഞ്ഞില്ല? ഒരു മുസ്ലിം പ്രതിനിധിയെ നൽകാൻ കഴിഞ്ഞില്ല. കാരണം മുസ്ലിമീങ്ങൾ ഭിന്നിച്ചത് കൊണ്ടാണ്. മുസ്ലിമീങ്ങൾ ബാഹുല്യമുള്ള, മുസ്ലിമീങ്ങൾ ഏറെയുള്ള ആ പ്രദേശങ്ങളിൽ പോലും മുസ്ലിമീങ്ങൾക്ക് ജയിക്കാൻ കഴിയാത്തത് എന്തുകൊണ്ട്? മുസ്ലിമീങ്ങൾ പരസ്പരം ഭിന്നിച്ചതുകൊണ്ടാണ്. ഈ ഭിന്നിപ്പും ഈ തർക്കവും ഇതെല്ലാം അവസാനിക്കുന്നത് എപ്പോഴാണ്? അതിന്റെ ഇടയിൽ ഇപ്പോ ഒരു EVM വന്നിട്ടുണ്ട്, മെഷീൻ, വോട്ടിന് വേണ്ടി മെഷീൻ. ഏത് ബട്ടൺ അമർത്തിയാലും പോയി വീഴുന്നത് ഒരേ സ്ഥലത്തിലേക്ക്. അങ്ങനെയുള്ള ലോകത്തിലെ വലിയ ഒരു അത്ഭുതകരമായ ഒരു മെഷീനാണ് EVM എന്നുള്ളത്. ഇതിന്റെ പേര് ഇലക്ട്രോണിക് വോട്ട് മെഷീൻ എന്നാണ്. പക്ഷേ അത് ഇലക്ട്രോണിക് വോട്ട് മെഷീൻ അല്ല. എൻകൗണ്ടർ ദി വോട്ട് ഓഫ് മുസ്ലിം. മുസ്ലിമീങ്ങളെ വോട്ടിനെ എൻകൗണ്ടർ ചെയ്യാനുള്ളതാണത്. അത് EVM ആണ്. മുസ്ലിമീങ്ങളെ തകർക്കാനും അത് അനുമാനിക്കുകയാണ്. വാസ്തവത്തിൽ ഇതെല്ലാം കൂടി മുസ്ലിമീങ്ങളെ ഒരു ഭാഗത്ത് നിർത്താനും തകർക്കാനും തളർത്താനും വേണ്ടി ശ്രമിക്കുമ്പോൾ തീർച്ചയായിട്ടും നാം ചെയ്യേണ്ടത് ബുദ്ധിയോടെ പ്രവർത്തിക്കേണ്ട കാലം അതിക്രമിച്ചിരിക്കുന്നു. ബുദ്ധിപരമായി കാനൂനിന്റെ പിൻബലത്തോടുകൂടി ഡെമോക്രസിയുടെ അടിസ്ഥാനത്തിൽ പ്രജാപ്രഭുത്വ വ്യവസ്ഥയിലൂടെ മതപ്രഭുത്വത്തെ തകർക്കാൻ നമുക്ക് കഴിയണം. അതെങ്ങനെ കഴിയണം? 2 പേപ്പറുകളാണ് സംസാരിക്കേണ്ടത്. ഏത് കുഴപ്പങ്ങൾ നടന്നാലും നാം വെടികൊണ്ടോ കടുകം കൊണ്ടോ അല്ല നേരിടേണ്ടത്, 2 പേപ്പറിലൂടെയാണ്. ആ പേപ്പറുകൾ ഏതാണ്? ഒന്ന് എവിഡൻസ്, FRI പേപ്പറാണ്. എവിടെയും FIR പേപ്പർ ശരിക്കും സംസാരിക്കണം. രണ്ടാമത്തതോ അത് ബാലറ്റ് പേപ്പറാണ്, വോട്ട് പേപ്പറാണ്. അവിടെയും ഒന്നിക്കാൻ കഴിയണം നമുക്ക്. ഈ 2 പേപ്പറുകൾ ശരിക്കും സംസാരിക്കാൻ തുടങ്ങിയാൽ മുസ്ലിമീങ്ങൾക്ക് ജയിക്കാൻ കഴിയും, മുസ്ലിമീങ്ങളെ അധികാരം പിടിച്ചെടുക്കാൻ കഴിയും, അവകാശങ്ങൾ നേടിയെടുക്കാൻ കഴിയും, മുസ്ലിമീങ്ങൾക്ക് സുരക്ഷിതത്വം ഉണ്ടാകും. ഈ 2 പേപ്പറുകളും നമ്മൾ നിന്ന് മൗനം പാലിക്കുകയാണ്. എന്തുകൊണ്ട്?
മുസ്ലിമീങ്ങൾ മൗനം പാലിച്ചതുകൊണ്ട്, മുസ്ലിമീങ്ങൾ ഭിന്നിച്ചതുകൊണ്ട്, മുസ്ലിമീങ്ങൾ വേറെ വേറെയായി. ഒരു വിഷയത്തിലെങ്കിലും ഇന്ത്യൻ മുസൽമാന്റെ രക്ഷയ്ക്കെങ്കിലും മുസ്ലിമീങ്ങൾ ഒന്നിച്ചു നിൽക്കേണ്ടതുണ്ട്. അത് കേന്ദ്രീകരിക്കേണ്ടതോ സംഘടനയിലൂടെയല്ല, പ്രതി മഹല്ലിലാണ്. മുസ്ലിം മഹല്ലുകൾ ഒന്നിക്കണം, മുസ്ലിം ജമാഅത്തുകൾ ഒന്നിക്കണം. ഏതുവരെ? ഓരോ മഹല്ലുകൾ താലൂക്ക് അടിസ്ഥാനത്തിൽ, ജില്ലാ അടിസ്ഥാനത്തിൽ, സ്റ്റേറ്റ് അടിസ്ഥാനത്തിൽ ഒന്നിച്ചിരുന്നു ഒരു അഭിപ്രായത്തിലേക്ക് എത്തിപ്പെടാൻ മുസ്ലിം ഉമ്മത്തിന് സാധിക്കണം. അതുപോലെ തീർച്ചയായും നാം ചിന്തിക്കേണ്ടത് പഞ്ചായത്ത് മുതൽ പാർലമെന്റ് വരെ വോട്ട് പേപ്പറുകൾ സൂക്ഷിക്കേണ്ടതായ ഒരവസ്ഥയുണ്ട്. അത് നമുക്ക് നേടിയെടുക്കാൻ കഴിയണം. പള്ളിയുടെ മിനാരങ്ങൾ ഒരു അന്തസ്സിനും അതുപോലെ അഭിമാനത്തിനും വേണ്ടി മാത്രമല്ല, മുസ്ലിമീങ്ങൾ ഒന്നിച്ചു നിൽക്കാനുള്ള, ഒന്നിച്ചു കൂടാനുള്ള ഒരു ഭാഗമാകണം. അവിടെ കേന്ദ്രീകരിക്കപ്പെടണം. മുസ്ലിമീങ്ങള് എല്ലാ പ്രശ്നങ്ങളെയും പരിഹരിക്കപ്പെടാൻ ആ മിനാരങ്ങൾക്ക് സാധിക്കും. സാധാരണ പറയാറുണ്ട്, ലീഡറില്ല. ലീഡർ വേണമെന്നില്ല, കാര്യമുണ്ടായാൽ മതി. എല്ലാ മഹല്ലുകളും എല്ലാ പള്ളിയുമാണ് നമുക്ക് ലീഡർ. എല്ലാ ഈ ബുയൂത്തിൻ അതിനല്ലാഹു അൻ തുർഫഅ, ഉയർത്തപ്പെടുന്ന പള്ളികൾ എന്തിനു വേണ്ടിയാ? എല്ലാ മഹല്ലുകളിലും കാര്യങ്ങൾ ചർച്ച ചെയ്യാനും മുസ്ലിമീങ്ങൾക്ക് വേണ്ടി ചർച്ച ചെയ്യാൻ വേണ്ടിയുള്ള കാര്യമാകണം അത്. അതല്ലെങ്കിൽ ഇവിടെ കുഴപ്പങ്ങൾ ഉണ്ടായതും, അത് ബാബരി പ്രശ്നമാകട്ടെ, ഗുജറാത്ത് പ്രശ്നമാകട്ടെ, ബോംബെ പ്രശ്നമാകട്ടെ, മുസഫർ ഭാഗമാകട്ടെ, അതെല്ലാം ആളുകൾ കുഴപ്പം കരുതിക്കൂട്ടി ഉണ്ടാക്കല. എന്റെ മുസ്ലിമീങ്ങളെ ഒറ്റപ്പെടുത്താൻ വേണ്ടി, മുസ്ലിമീങ്ങളുടെ ശക്തിയെ നശിപ്പിക്കാൻ വേണ്ടി ആന്തോലനം കണ്ടില്ലേ? ഏതെല്ലാം വേഷത്തിലാണ് വരുന്നത്. അണ്ണാ ഹജാരെ എന്ന് പറഞ്ഞിട്ട് ഒരാൾ വന്ന് അഴിമതിക്കെതിരെ പോരാടാൻ വന്ന് എവിടെയായി? അണ്ണാ ഹജാരെ എന്നുള്ള ഒരാൾ വന്നിട്ട് ആ വേഷത്തിന് ഇപ്പൊ കാണുന്നേയില്ല. കൂട്ടത്തിലുണ്ടായിരുന്ന കേജ്രിവാൾ ഡൽഹിയിൽ അധികാരത്തിലെത്തി, കൂട്ടത്തിലുണ്ടായിരുന്ന ബേഡി പറമ്പിലെത്തി, ഹജാരെ വനവാസത്തിൽ പോയി, BJP അധികാരത്തിൽ വന്നു. അല്ലേ? ഇവിടെ ചതിയാണ്. ആന്തോലനം ഇപ്പൊ ഇല്ല, ആർക്കും വേണ്ട. അഴിമതി പ്രശ്നമല്ല, ഭ്രഷ്ടാചാര പ്രശ്നമല്ല. ഇവിടെ എത്രയോ നൂറുകണക്കിന്റെ ആയിരക്കണക്കിന്റെ റിട്ടയർഡ് ഓഫീസർമാർ മുസ്ലിമീങ്ങളെ ഒറ്റപ്പെടുത്താൻ വേണ്ടിയിട്ട് കുതന്ത്രങ്ങൾ മെനിയുകയാണ്, കുതന്ത്രങ്ങൾ ഉണ്ടാക്കുകയാണ്. അങ്ങനെ പലതരത്തിലും മുസ്ലിമീങ്ങളെ ക്ഷയിപ്പിക്കാൻ, മുസ്ലിമീങ്ങളെ ശക്തി തകർക്കാൻ ഈ സന്ദർഭത്തിൽ തീർച്ചയായും നല്ലൊരു കാര്യം, നോർത്തിന്റെ ശബ്ദം സൗത്തിലേക്ക് എത്തപ്പെടണം. അതേപോലെ ഡൽഹിയുടെ ശബ്ദം നമ്മുടെ ജില്ലയിലേക്ക് എത്തണം, ജില്ലയുടെ ശബ്ദം ഡൽഹിയിലെത്തണം. അങ്ങനെയുള്ള ഒരു കൂട്ടായ്മ ഉണ്ടാകണം. എങ്കിൽ നമുക്ക് മുന്നോട്ട് വെറും മരിച്ചവിടെ മയ്യത്ത് കാണാൻ വേണ്ടി ജമാഅത്തുകാർ കൂട്ടിയിട്ട് ഒന്നും ചെയ്യാനാവില്ല. മുസ്ലിം ഉമ്മത്ത് ഓരോ വീട്ടുകാർ, ഓരോ മുസ്ലിം ഇന്ത്യൻ ഭരണഘടന അനുസരിച്ചുകൊണ്ട്, ഇന്ത്യൻ പാർലമെന്റിന്റെ സ്ഥലത്ത് വെച്ചുകൊണ്ട്, അതുപോലെ നിയമസഭകളിലും അതുപോലെ കാനൂനിന്റെ കേന്ദ്രങ്ങളിലും മുസൽമാന്റെ ശക്തി ശബ്ദം ഉയരണം. അത് ന്യായത്തിന്റെയും നീതിയുടെയും പിമ്പലത്തോടു കൂടിയാകണം. അങ്ങനെയാകുമ്പോൾ ഒരു ചെറിയൊരു അണക്കം കാട്ടിപ്പുള്ള ജമാഅത്ത്, ആ ഖുറൈശിയുടെ വിഷയത്തിൽ ജമാഅത്തിന്റെ ആൾക്കാർ കൊണ്ടുപോയിട്ട് കേസെടുത്തത് തീർച്ചയായും അത് അഭിമാനിക്കേണ്ട ഒരു കാര്യമാണ്. അങ്ങനെ എല്ലാ നാട്ടിലും നടക്കുന്ന കുഴപ്പങ്ങൾക്ക് നാട്ടിലെ നേതാക്കന്മാർ, നാട്ടിലെ മഹല്ലുകൾ മുന്നിട്ടിറങ്ങുമ്പോൾ പ്രശ്നങ്ങളെല്ലാം തീരും, അതിന് ശക്തി വരും. അങ്ങനെ മഹല്ലുകൾ കാട്ടിപ്പള്ള, അതല്ലെങ്കിൽ 7th ബ്ലോക്ക്, 6th ബ്ലോക്ക്, 8th ബ്ലോക്ക് വേറെയല്ല, ഒരു ഉമ്മത്താണ്, ഒരു ശക്തിയാണ് എന്നുള്ള ആ കാര്യം തെളിയിക്കാൻ നമുക്ക് സാധിക്കണം. അവിടെയാണ് മുസൽമാൻ വിജയിക്കുന്നത്. അങ്ങനെ മഹല്ലുകൾ ഏകീകരിച്ചുകൊണ്ട്, മിനാരങ്ങൾ കേന്ദ്രമായിക്കൊണ്ട്, പള്ളികൾ കേന്ദ്രമായിക്കൊണ്ട് നമുക്ക് പലതും പ്രവർത്തിക്കാൻ സാധിക്കണം. എന്നല്ലാതെ കുഴപ്പങ്ങൾ ഉണ്ടാക്കി ഉള്ള ആൾക്കാരും അവരെല്ലാം ജയിലിലകപ്പെടുക എന്നുള്ള പ്രവൃത്തി ഒരിക്കലും അത് വിജയത്തിലേക്ക് എത്തിക്കുന്നില്ല എന്നുള്ളത് നാം അറിയേണ്ടതാണ്. അതുകൊണ്ട് തീർച്ചയായും ഇന്ന് നടക്കുന്നത് എന്താണ്?
ഒരു കള്ളുകുടിയൻ, ഒരു കഞ്ചാവ് വലിക്കുന്നവൻ, അതല്ലെങ്കിൽ കുഴപ്പക്കാരൻ, അവൻ ജയിലിലകപ്പെട്ടാൽ അവനെ കൊണ്ടുവരാൻ വേണ്ടി പ്രവർത്തിക്കുന്ന ലീഡറുകൾ, അതല്ല വേണ്ടത്. നിരപരാധികളായ കുറ്റമില്ലാത്ത ബാല്യക്കാരെ കൊണ്ടുപോയിട്ട് ജയിലിൽ അടക്കുമ്പോൾ അവരെ ചോദ്യം ചെയ്യാൻ ഇവിടെ ആളുകൾ വേണം, ലീഡർമാർ വേണം. അതുകൊണ്ട് തീർച്ചയായിട്ടും അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞൊരു വാക്കാണ്, വഉമൂറുകും ശൂറാ ബൈനകും, നിങ്ങളുടെ കാര്യങ്ങൾ പരസ്പരം നിങ്ങൾ ചർച്ച ചെയ്തുകൊണ്ട് തീർക്കുന്നതായ ഒരു സാഹചര്യമുണ്ടായാൽ, നിങ്ങളുടെ പ്രശ്നങ്ങളിൽ നിങ്ങൾ തന്നെ കൂടിയിരുന്ന് ആലോചിച്ച് നിങ്ങൾക്ക് തീർക്കാൻ കഴിഞ്ഞാൽ, ഭൂമിന്റെ ഉള്ളിനേക്കാൾ ഭൂമിന്റെ മുകളിൽ ജീവിക്കലാണ് നല്ലത്. അതേസമയം നിങ്ങളെ കാര്യങ്ങൾ സ്വയം ഇരുന്ന് ചിന്തിച്ച് പരിഹരിക്കാൻ സാധിച്ചില്ലെങ്കിൽ ഭൂമിന്റെ മുകളിൽ നിങ്ങൾക്ക് നല്ലതല്ല, ഭൂമിന്റെ അടിയിലെ ശവക്കല്ലറയാണ് നിങ്ങൾക്ക് നല്ലത് എന്ന് ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി. അതുകൊണ്ട് തീർച്ചയായും സഹോദരന്മാരെ, ആലോചിക്കേണ്ട ഒരു കാര്യമാണ്. നമുക്ക് നമ്മുടെ സർവ്വകാര്യങ്ങളും പള്ളികൾ മഹല്ലുകൾ ഇരുന്ന് ചർച്ച ചെയ്ത് ബുദ്ധിപരമായി വിവേകത്തോടുകൂടി വികാരത്തിന് അടിമപ്പെടാതെ, കുഴപ്പത്തിന് അടിമപ്പെടാതെ, നമ്മളിലുള്ളവർ ആരും കുറ്റവാളികളാകാതെ, നമ്മുടെ ആരുടെ മേലിലും കേസുകൾ ചുമത്തപ്പെടാതെ, ന്യായത്തിന്റെ മുമ്പിൽ നമ്മുടെ എവിഡൻസ് പേപ്പറുകൾ സംസാരിക്കണം. അത് മാജിസ്ട്രേറ്റ് മുതൽ സുപ്രീം കോടതി വരെ സംസാരിക്കാൻ കഴിയണം. അതിനുവേണ്ടി ഉലമാവും ഉമറാവും ഒന്നിച്ച് പ്രവർത്തിക്കണം. തീർച്ചയായും അവിടെയാണ് വിഷയം. കാരണം ഹബീബുന മുഹമ്മദ് മുസ്തഫ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞില്ലേ, മുസ്ലിം എന്ന് പറഞ്ഞാൽ ഒരു മുസൽമാൻ, മുസ്ലിമീങ്ങൾ പരസ്പരം ഒരു ശരീരമാണ്. മസലുൽ ജസദ്, ഒരു ശരീരമാണ്. ഏതെങ്കിലും ഒരു ഭാഗത്ത് വേദന ഉണ്ടായാൽ പണിക്കുന്നില്ലേ, ഉറക്കമൊഴിയുന്നില്ലേ എന്നതുപോലെ നോർത്തിലെ മുസൽമാൻ വേദനിച്ചാൽ ഇവിടെ സൗത്തിലെ മുസൽമാൻ വേദനയാകണം. സൗത്തിലെ മുസൽമാൻ വേദനിച്ചാൽ നോർത്തിലുള്ള മുസൽമാൻ വേദന ഉണ്ടാകണം. ആ സാഹചര്യത്തിലേക്ക് കൊണ്ടുവരുന്ന ഐക്യമാണ് വേണ്ടത്. അതാണ് വേണ്ടത്. അതാണ് വിജയത്തിന്റെ മാർഗം. കൽബുന്യാൻ, ഒരു ശരീരം പോലെ എന്ന് പറഞ്ഞ റസൂൽ പറഞ്ഞു, കൽബുന്യാൻ, ഒരു കെട്ടിടം പോലെയാണ്. നോർത്തിലെയും സൗത്തിലെയും മുസൽമാൻ ഒരു കെട്ടിടം പോലെയാണ്. അതിന്റെ അടിപ്പായം, തറക്കല്ല് ഇട്ട അടിപ്പായം കെട്ടി വേണം, ഉറപ്പ് വേണം, മതിലുകൾ ഉറപ്പാകണം, പരസ്പരം യോജിച്ചു നിൽക്കണം എന്നുള്ളതാ. പക്ഷേ അവസാനമായി അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞില്ലേ, കപ്പലിൽ പലക പൊട്ടിക്കുന്നവരാകരുത്. കപ്പലിൽ പലക പൊട്ടിച്ചാൽ തീർച്ചയായും അടിഭാഗത്തുള്ളവരും മേൽഭാഗത്തുള്ളവരും നശിക്കും. ഇതാണ് ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നത്. കൂട്ടത്തിലുള്ളവർ പരസ്പരം തമ്മിലടിച്ച് പലക പൊട്ടിക്കുന്ന ഒരവസ്ഥയാണ്. ഇവിടെ നാശം സർവ്വ മുസൽമാനു വേണ്ടിയാണ് വരുന്നത്. അതുകൊണ്ട് തീർച്ചയായും അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞതുപോലെ നിങ്ങൾ ഒരിക്കലും വാതിയുല്ലാഹ, വിശുദ്ധമായ ഖുർആൻ പറഞ്ഞതുപോലെ വാതിയുല്ലാഹ വറസൂലഹു വലാ തനസഉ, നിങ്ങൾ അല്ലാഹുവിന്റെ റസൂലിനെ അനുസരിക്കുക, എന്നിട്ടോ നിങ്ങൾ വലാ തനസഉ, നിങ്ങൾ ഭിന്നിക്കരുത്. ഒരു വിഷയത്തിലെങ്കിലും ഇന്ത്യൻ മുസൽമാന്റെ സുരക്ഷതയ്ക്ക് എന്ന വിഷയത്തിൽ, ഇന്ത്യൻ മുസൽമാന്റെ സംരക്ഷണത്തിന് വേണ്ടി, ഒരേ ഒരു വിഷയത്തിന് വേണ്ടിയെങ്കിലും നമുക്ക് ഒന്നിക്കാൻ കഴിയണം. അല്ലാഹു അനുഗ്രഹിക്കട്ടെ, അല്ലാഹു അനുഗ്രഹിക്കട്ടെ, അല്ലാഹു അനുഗ്രഹിക്കട്ടെ. അൽഹംദുലില്ലാഹ്.